നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും ഇന്റർനെറ്റ് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സക്കരിയ സലാഹിയെ പുറത്താക്കി മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിൽ ഭിന്നത രൂക്ഷം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ കീഴിലുള്ള വെൽഫെയർ പാർട്ടി നേതാക്കൾ. ചൈനയിൽ ബസ് ഇന്ധന ടാങ്കറുമായി കൂട്ടിയിടിച്ച് 36 മരണം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഉപരോധ സമരം. കെജ്രിവാളിനെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. വാർത്തകൾ വിശദമായി. സക്കരിയ സലാഹിയെ പുറത്താക്കി മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമായി. ഔദ്യോഗിക വിഭാഗം മുജാഹിദ് നേതാവും പ്രഭാഷകനുമായ സക്കരിയ സലാഹിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ജിന്നി വിഷയത്തിൽ വിലക്ക് മറികടന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഖ്യാപിത ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് പുറത്താക്കൽ നടപടി. ജിന്നുകൾക്ക് മനുഷ്യനുമായി ബന്ധമുണ്ടെന്നും മനുഷ്യരെ രക്ഷിക്കാനും ശിക്ഷിക്കാനും രോഗം പരത്താനും അവർക്ക് കഴിയുമെന്നുമാണ് KNMലെ ജിന്ന് അനുകൂല വിഭാഗം വാദിക്കുന്നത്. മാനസികാസ്വാസ്ഥ്യങ്ങൾ ജിന്നും പിശാചും മനുഷ്യരിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നും ഭൌതിക ചികിത്സ കൊണ്ട് ഇത് സുഖപ്പെടുത്താൻ കഴിയാത്തതിനാൽ ഖുർആൻ തെറാപ്പിയാണ് പരിഹാര മാർഗമെന്നും ഇവർ വിശ്വസിക്കുന്നു. ജിന്ന് ബാധ അടിച്ചിറക്കാൻ പ്രത്യേക ചികിത്സയും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വാദത്തിനെതിരെ ഔദ്യോഗിക വിഭാഗം രംഗത്ത് വന്നതോടെ ഇവർക്കിടയിൽ ശക്തമായ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. ജിന്ന് അനുകൂലവാദക്കാരായ സക്കരിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരി, തുറക്കൽ ജബ്ബാർ മൗലവി, അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്നിവരെ നേരത്തെ KNM സസ്പെൻഡ് ചെയ്തിരുന്നു. മാപ്പപേക്ഷ നൽകിയതിനാൽ സക്കരിയ സലാഹി ഒഴികെയുള്ളവരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. സലാഹിക്ക് തന്റെ വാദങ്ങൾ തിരുത്താൻ 3 മാസം സമയം നൽകിയെങ്കിലും ആശയങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. 3 മാസം കൂടി നീട്ടി നൽകിയെങ്കിലും വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തെ പുറത്താക്കാൻ KNM സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തത്. തുടക്കത്തിൽ ജിന്ന് വിരുദ്ധ ആശയക്കാരനായിരുന്ന സലാഹി പിന്നീട് ജിന്നുകളിൽ നിന്ന് സഹായം ലഭിക്കാമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ഇത് മുജാഹിദ് ആദർശത്തിന് എതിരാണെന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. തുടർന്ന് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന നേതൃത്വം വിലക്കിയെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാകാതെ സലാഹിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പൊതുപരിപാടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. അതേസമയം മാപ്പ് അപേക്ഷ നൽകിയതിനെ തുടർന്ന് തിരിച്ചെടുത്ത മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോഴും ജിന്ന് അനുകൂല വാദവുമായി രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഔദ്യോഗിക വിഭാഗം അറിയാതെ മഞ്ചേരിയിൽ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചിരുന്നു. ഒടുവിൽ KNM മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കരുവള്ളി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി നാണി ഹാജിയും ഇടപെടുകയും ഇവർ എത്തിയതിനു ശേഷമേ പരിപാടി ആരംഭിക്കാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിനു മുമ്പായി സെക്രട്ടറി നാണി ഹാജി പ്രസംഗിക്കുകയും ജിന്ന് അനുകൂല വാദത്തിനെതിരെ പരോക്ഷമായ സൂചന നൽകുകയുമുണ്ടായി. ഇതോടെ ബാലുശ്ശേരിയുടെ പ്രസംഗം ഫലം കണ്ടില്ല. സലാഹിയെ പുറത്താക്കിയതോടെ മുജാഹിദ് വിഭാഗത്തിൽ വീണ്ടും പിളർപ്പിനുള്ള സാധ്യത ഏറുകയാണ്. യുവജന വിഭാഗമായ ISM, വിദ്യാർത്ഥി സംഘടനയായ MSM പ്രവർത്തകരിലേറെയും ഇദ്ദേഹത്തിന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നവരായതിനാൽ പുറത്താക്കൽ നടപടിയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാകില്ലെന്നാണ് സൂചന. വടക്കൻ ചൈനയിൽ ബസ് ഇന്ധന ടാങ്കറുമായി കൂട്ടിയിടിച്ച് 36 പേർ മരിച്ചു. ഷാങ്സി പ്രവിശ്യയിലെ യാൻ ആനിലെ എക്സ്പ്രസ് പാതയിലായിരുന്നു അപകടം. മിത്വൈൻ വാതകവുമായി വന്ന ടാങ്കറുമായിട്ടാണ് ബസ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങൾക്കും തീപിടിച്ചതായി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 39 പേരായിരുന്നു ഇരുവാഹനങ്ങളിലുമായി ഉണ്ടായിരുന്നത്. 3 പേര് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ്.
ജമാഅത്തെ ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ജമാഅത്ത് നേതാവ് കൂടിയായ ഹമീദ് വാണിയമ്പലം അടക്കമുള്ള വെൽഫെയർ പാർട്ടി നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിന്റെ പിന്തുണയോടെ ഷെയർ പിരിച്ച് വൻ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുകയും സാമ്പത്തിക അരാജകത്വത്തെ തുടർന്ന് സ്ഥാപനം പൂട്ടി ഷെയറുടമകളെ വഴിയാധാരമാക്കുകയും ചെയ്ത സംഭവത്തോട് വെൽഫെയർ പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടിക്ക് ജന്മം നൽകിയ പ്രസ്ഥാനത്തെ അതിന്റെ തന്നെ നേതാക്കൾ തള്ളിപ്പറഞ്ഞത്. മലപ്പുറത്ത് ഓർക്കിഡ്, തൃശൂരിലെ ട്രെൻഡ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ കുറ്റവും കുറവുകളും കണ്ടെത്തലല്ല വെൽഫെയർ പാർട്ടിയുടെ പണി. സമൂഹത്തിലെ അധർമ്മങ്ങൾക്കെതിരെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നേതാക്കൾ വിശദീകരിച്ചു. മലപ്പുറം ഓർക്കിഡുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരുന്നതിനിടെ ജമാഅത്ത് നേതൃത്വവുമായി അടുത്തു ബന്ധമുള്ളവർക്കൊക്കെ സ്ഥാപനത്തിന്റെ പേരിലുള്ള സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകളുടെ കാര്യത്തിൽ ഓർക്കിഡ് മാനേജ്മെന്റും ജമാഅത്ത് നേതൃത്വവും ഉരുണ്ടുകളിക്കുകയാണെന്ന ആക്ഷേപം വ്യാപകമാണ്. ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് നേതാക്കൾ മാതൃപ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അംബുജാക്ഷൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കുരിപ്പുഴ, സംസ്ഥാന വൈസ് പ്രസിഡന്റും ജമാഅത്ത് നേതാവുമായ ഹമീദ് വാണിയമ്പലം, സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിങ്കര എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. യുഡിഎഫ് സർക്കാരിന്റെ പ്രവർത്തന വൈകല്യങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും സമരപരിപാടികൾ തുടങ്ങുമെന്നറിയിക്കാനാണ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയത്. നേരത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പാർട്ടിയുടെ ആചാര്യൻ അബ്ദുല്ല മൌദൂദിയെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തള്ളിപ്പറഞ്ഞത് അണികൾക്കിടയിൽ വൻ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. വിലക്കുലംഘിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ വസതിക്ക് മുന്നിൽ ഉപരോധ സമരം നടത്താൻ ശ്രമിച്ച ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ നേതാവും അണ്ണാ ഹസാരെ സംഘാംഗവുമായ അരവിന്ദ് കെജ്രിവാളിനെയും സംഘത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചു. രാവിലെ 7 മണിക്ക് റേസ് കോഴ്സ് റോഡിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള ഫുട്പാത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിനിടെയാണ് ഡൽഹി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തുടർന്ന് 1 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് വിട്ടയച്ചത്. അതേസമയം ജന്തർ മന്ദിരത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്താൻ പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. കൽക്കരിപ്പാടം അഴിമതി വിഷയത്തിൽ സർക്കാരും പ്രതിപക്ഷവും സ്വീകരിക്കുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, UPA അധ്യക്ഷ സോണിയാഗാന്ധി, BJP അധ്യക്ഷൻ നിതിൻ ഗഡ്കരി എന്നിവരുടെ വസതികൾ ഉപരോധിക്കാനായിരുന്നു സംഘത്തിന്റെ തീരുമാനം. സമരത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. 6 ഡൽഹി മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകുമെന്നും BJP അധ്യക്ഷൻ, പ്രധാനമന്ത്രി എന്നിവരുടെ വസതികളിലേക്ക് ഇനിയും പ്രകടനം നടത്തുമെന്നും പുറത്തിറങ്ങിയ കെജ്രിവാൾ അറിയിച്ചു. കൽക്കരി ഖനികൾ സംബന്ധിച്ച CAG റിപ്പോർട്ട് UPA സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കെ തൽക്കാലം കൽക്കരി ഖനികൾ അനുവദിക്കുന്നത് നിർത്തിവെക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഖനികൾ അനുവദിക്കുന്ന കാര്യം അറ്റോർണി ജനറലുമായി ചർച്ച ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൽക്കരി ഖനി കൈമാറ്റം സുതാര്യമാക്കുന്നതിനുള്ള ബില്ല് സഭയിൽ വെക്കുന്നതുവരെ നിലവിലുള്ള സമ്പ്രദായത്തിലൂടെ ഖനികൾ അനുവദിക്കുന്നത് നിർത്തിവെക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഖനന വകുപ്പ് സഹമന്ത്രി ദിൻഷാ പട്ടേലിന്റെ ഓഫീസിനെ അറിയിച്ചിരിക്കുന്നത്. കൽക്കരി ഖനി കൈമാറ്റത്തെക്കുറിച്ച് നിയമവകുപ്പിന്റെ അഭിപ്രായം തേടിയതായും അറ്റോർണി ജനറലിന്റെ അഭിപ്രായം ലഭിക്കുന്നതുവരെ ഖനികൾ അനുവദിക്കുന്നത് നിർത്തിവെക്കുന്നതായും കൽക്കരി വകുപ്പ് സഹമന്ത്രി ദിൻഷാ പട്ടേൽ അറിയിച്ചു. അതേസമയം അറ്റോർണി ജനറൽ GE വഹൻവതി കൽക്കരി ഖനനം ഇപ്പോഴുള്ളതുപോലെ തുടരണമെന്ന് അഭിപ്രായപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ജയിലിൽ നടന്ന ഓണാഘോഷങ്ങളിലെ ശ്രദ്ധാകേന്ദ്രം TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായിരുന്നു. MC അനൂപിനും കൊടിസുനിക്കും TK രജീഷിനും വടംവലിയിലായിരുന്നു ആവേശം. രാവിലെ നടന്ന ആഘോഷങ്ങളിൽ PK കുഞ്ഞനന്ദൻ ഉടനീളം കാഴ്ചക്കാരനായി. ജയിലിനകത്തെ പതിവ് നിശബ്ദതയ്ക്കും ബൂട്ട് ശബ്ദങ്ങൾക്കും ഒരിടവേള ലഭിച്ച ദിവസം. ആർപ്പുവിളികളും ആരവങ്ങളുമായി അന്തേവാസികൾ ഓണാഘോഷങ്ങൾ തുടങ്ങി. പൂക്കളമിടാൻ നേതൃത്വം നൽകിയത് TP കേസിലെ പ്രതികളായ MC അനൂപും ഷാഫിയും. ഈ ഓണം വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. അതിന് ജയിൽ വകുപ്പിന് തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് ജയിൽ വകുപ്പ് എല്ലാ വർഷവും എല്ലാ ആഘോഷങ്ങളും ഈ ജയിലുകളിൽ നടത്താറുണ്ട്. വനിതകൾ അടക്കമുള്ള അന്തേവാസികൾ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചായിരുന്നു മത്സരം. ആശംസകൾ നേരാൻ നിരവധി പേരെത്തി. ആഘോഷങ്ങൾ കഴിഞ്ഞ് ഓണസദ്യയുണ്ടാണ് തടവുകാർ സെല്ലുകളിലേക്ക് മടങ്ങിയത്. സൂപ്രണ്ട് ബാബുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ.
ഒരു വർഷത്തിനിടെ 2 തവണ മകളെ കടിച്ച പാമ്പിനെ പിടികൂടാൻ തൊഴിലാളി വീട് പൊളിച്ചു മാറ്റി. വണ്ടിപ്പെരിയാറിന് സമീപം മൂങ്കലാർ എസ്റ്റേറ്റിലെ പുതുവലിൽ താമസിക്കുന്ന പുത്തൻപുരക്കൽ ശശിയാണ് പാമ്പിനെ പിടികൂടാനായി നാട്ടുകാരുടെ സഹായത്തോടെ വീട് പൊളിച്ചു നീക്കിയത്. ഒരു വർഷത്തിനുള്ളിൽ 2 തവണയാണ് ശശിയുടെ മകൾ രജിതയ്ക്ക് പാമ്പിന്റെ കടിയേൽക്കേണ്ടി വന്നത്. തക്ക സമയത്ത് ചികിത്സ ലഭിച്ചതിനാലാണ് രജിതയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇയാളുടെ വീട്ടിലും പരിസരത്തുമായി പാമ്പിന്റെ ശല്യം വർദ്ധിച്ചതോടെ അയൽവാസികളുടെ വീട്ടിലാണ് പലപ്പോഴും രജിത ഉറങ്ങാറുള്ളത്. സ്വന്തം വീട്ടിൽ പെൺകുട്ടി ഉറങ്ങുമ്പോൾ മാതാപിതാക്കൾ ഇമ്മച്ചമ്മാതെ കാവലിരിക്കുകയാണ് പതിവ്. പാമ്പിന്റെ ശല്യം രൂക്ഷമായതോടെ ഇതിനെ പിടികൂടി മകളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോൾ MLA, ജില്ലാ കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, വനംവകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതികൾക്ക് ഫലമുണ്ടായില്ല. പാമ്പിന്റെ സാമീപ്യം മനസ്സിലാക്കിയതോടെ ഭിത്തി പൊളിച്ച് പരിശോധിക്കാൻ ഉടമ അനുവദിക്കുകയായിരുന്നു. വീട്ടുടമയുടെ അനുമതിയോടെ 24 വർഷം പഴക്കമുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച വീടിന്റെ ആസ്ബറ്റോസ് മേഞ്ഞ മേൽക്കൂര പൊളിച്ച് പാമ്പിനെ തിരയാൻ ആരംഭിച്ചു. എന്നാൽ ഉത്തരത്തിൽ നിന്നും പാമ്പിന്റെ പടം മാത്രമേ ഇവർക്ക് ലഭിച്ചുള്ളൂ. വീടിന്റെ അടിത്തറ വരെ ഇളക്കി പരിശോധിച്ചെങ്കിലും പടമല്ലാതെ പാമ്പിന്റെ പൊടി പോലും ഇവർക്ക് കണ്ടെത്താനായില്ല. പാമ്പിനെ കണ്ടെത്താനായില്ലെങ്കിലും പൊളിച്ച വീട് പുതുക്കിപ്പണിയാൻ ജനപ്രതിനിധികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശശിയും കുടുംബവും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആദർശത്തിനാദം ശ്രവണകുടങ്ങളിൽ ആവേശം, അറിവിൻ നിലകൾ പകരും ജാലം കാണാൻ വേഗം. KMIC നേരുന്നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. KMIC നേരുന്നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. പോരുക പോരുക സോദരരെ, ഈ ജാലകമി ചേരൂ, നേരുന്നാദം കേട്ടിടുവാൻ ഈ ജ്വാലയിൽ ചേരൂ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. വിദേശ എയർലൈനുകൾ കോടികൾ ലാഭം കൊയ്യുമ്പോൾ എയർ ഇന്ത്യക്ക് 3 വർഷം കൊണ്ട് 1705 കോടി രൂപ നഷ്ടം. അന്തർദേശീയ സർവീസ് രംഗത്താണ് 2009, 2010, 2011 വർഷങ്ങളിൽ ഇത്രയും കനത്ത നഷ്ടം വന്നത്. അതേസമയം ലക്ഷക്കണക്കിന് യാത്രക്കാരെ 2 മാസം വലച്ച പൈലറ്റ് സമരത്തിലൂടെ മാത്രം ഈ വർഷം 600 കോടി രൂപ നഷ്ടമായി. എയർ ഇന്ത്യയുടെ നഷ്ടത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പരിശോധിച്ചാൽ കമ്പനിയെ കനത്ത നഷ്ടത്തിലേക്ക് നയിക്കുന്നത് അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നീ സെക്ടറുകളാണെന്ന് വ്യക്തമാകും. അതേസമയം നഷ്ടത്തിന്റെ തോത് ഗണ്യമായി കുറക്കുന്നത് ഗൾഫ് മേഖലയിലെ ലാഭമാണ്. 2009-10 539 കോടി, 2010-2011 562 കോടി, 2011-2012 604 കോടി എന്നിങ്ങനെയാണ് കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തെ നഷ്ടം. 2012 ഏപ്രിലിൽ ആരംഭിച്ച പുതിയ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുണ്ടായ നഷ്ടം 914.78 കോടി രൂപയാണ്. അറബ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാകാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി അറേബ്യയെന്ന് സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് ആന്റിക്വിറ്റീസ് ചെയർമാൻ പ്രിൻസ് സുൽത്താൻ ബിൻ സൽമാൻ ബിൻ അബ്ദുലസീസ് പറഞ്ഞു. ബൃഹത്തായ വിനോദസഞ്ചാര വികസന പദ്ധതികൾ നിർമ്മാണ ഘട്ടത്തിലാണെന്നും ഇതിനകം നിരവധി പദ്ധതികൾ നിർമ്മാണം പൂർത്തിയായതായി കഴിഞ്ഞതായും പ്രമുഖ TV ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ ടെലികോം നിയമങ്ങളും ടെലികോം സേവനങ്ങളുടെ നിലവാരവും ഏകീകരിക്കാൻ നടപടി. 2015 ജനീവയിൽ നടക്കുന്ന ലോക റേഡിയോ കമ്മ്യൂണിക്കേഷൻ സമ്മേളനത്തിന് തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായി സലാലയിൽ ചേർന്ന GCC രാജ്യങ്ങളിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റികളുടെ ആദ്യ സമ്മേളനത്തിലാണ് ഇതു സംബന്ധിച്ച ധാരണയായത്. റേഡിയോ സ്പെക്ട്രം മേഖലകളിൽ നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ GCC രാജ്യങ്ങളുടെ നിലപാടുകൾ ഏകീകരിക്കും. ഇതിന്റെ ഭാഗമായാണ് നിയമങ്ങളും നിലവാരവും ഏകീകരിക്കുന്നത്.
സ്വീകരിക്കുന്നത്. സമ്മേളനത്തിൽ GCC രാജ്യങ്ങൾക്ക് ഐക്യത്തോടെ നിലപാടെടുക്കാനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പെക്ട്രം, ഫ്രീക്വൻസി അലോക്കേഷൻ, വർദ്ധിച്ചുവരുന്ന ടെലികോം ആവശ്യങ്ങൾ, ഉപഭോക്താക്കളുടെ എണ്ണം എന്നിവയും സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന് ഒമാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി മേധാവി ഡോക്ടർ ഹമദ് ബിൻ സാലിം അൽ റവാഹി പറഞ്ഞു. സംഘടനാ വാർത്തകൾ. SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവ് സെപ്റ്റംബർ 22, 23 തീയതികളിൽ എളേറ്റിൽ വട്ടോളിയിൽ നടക്കും. സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണ കൺവെൻഷൻ നാളെ എളേറ്റിൽ മർക്കസ് വാലിയിൽ നടക്കും. സമസ്ത കേന്ദ്ര മുഷാവറാംഗം KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ഉദ്ഘാടനം ചെയ്യും. കിഴക്കോത്ത് പഞ്ചായത്തിലെയും നരിക്കുനി ഡിവിഷനിലെയും SYS SSF ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് ജില്ലാ സെക്രട്ടറി അറിയിച്ചു. കൊടുവള്ളി ബുസ്താനാബാദ് മുജമ്മയിൽ നടന്നുവരുന്ന CM വലുല്ലാഹി ആണ്ട് നേർച്ച ഇന്ന് ദിക്ർ ദുആ സമ്മേളനത്തോടെ സമാപിക്കും. ദിക്ർ ദുആ സമ്മേളനത്തിന് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. പുള്ളാവൂർ യൂണിറ്റ് SYS SSFന്റെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന CM വലുല്ലാഹി ആണ്ട് നേർച്ച ഇന്ന് സമാപിക്കും. മഗ്രിബ് നിസ്കാരാനന്തരം പുള്ളാവൂർ നിബ്രാസിൽ നടക്കുന്ന ദിക്ർ ദുആ സദസ്സിന് സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി നേതൃത്വം നൽകും. ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂർ ഉദ്ബോധന പ്രഭാഷണം നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ അഷ്റഫ് സഖാഫി പുള്ളാവൂർ, അബ്ദുൽ ഖാദർ ഹസനി മമ്പീരി എന്നിവർ പ്രഭാഷണം നടത്തി. നടമ്മൽപ്പൊയിൽ സുന്നി മഹല്ല് കമ്മിറ്റി ജമിയത്തുൽ ദഅവത്തുൽ ഇസ്ലാമിയ JDA 2012-2015 വർഷത്തേക്കുള്ള കമ്മിറ്റി രൂപവൽക്കരിച്ചു. യോഗം സമസ്ത സെക്രട്ടറി AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായി UK അബ്ദുൽ മജീദ് മുസ്ലിയാർ പ്രസിഡന്റ്, TT അബ്ദുറഹ്മാൻ ഹാജി ജനറൽ സെക്രട്ടറി, AK ജലീൽ ട്രഷറർ, KC അബ്ദുൽ അസീസ് ദാരിമി, NT മുഹമ്മദ് സഖാഫി വൈസ് പ്രസിഡന്റ്, കൊഴിലാട്ട് അബൂബക്കർ ഹാജി, MCC മുഹമ്മദ് ഫൈസി, K ജാഫർ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. പെരുവയൽ CM വലുല്ലാഹി മെമ്മോറിയൽ സെന്റർ ICC 22ാം വാർഷികവും ഷേഖുന മടവൂർ ആണ്ട് നേർച്ചയും ഇന്ന് സമാപിക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സമസ്ത താലൂക്ക് പ്രസിഡന്റ് M അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് AM മുല്ലക്കോയത്തങ്ങൾ കോഴശ്ശേരി, MMS പൂക്കോയത്തങ്ങൾ, UK അബ്ദുൽ മജീദ് മുസ്ലിയാർ, EM ഹനീഫ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. റമദാൻ അവധിക്ക് ശേഷം മർക്കസ് ശരിയ കുല്ലിയ സ്ഥാപനങ്ങൾ ഈ മാസം 29-ന് പ്രവർത്തനം ആരംഭിക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ മർക്കസ് അങ്കണത്തിൽ നടക്കും. മുത്തവൽ, തഹസുസ്, മുഖ്തസർ, കുല്ലിയ, ജൂനിയർ, ശരീഅത്ത് കോളേജ്, ദഅവ കോളേജ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ അന്നേ ദിവസം രാവിലെ മർക്കസിൽ എത്തിച്ചേരണമെന്ന് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി അറിയിച്ചു. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കുള്ള ഹജ്ജ് പഠന ക്ലാസും പ്രാർത്ഥനാ സദസ്സും ഈ മാസം 28-ന് രാവിലെ 9 മുതൽ കാരന്തൂർ മർക്കസ് യതീംഖാന ഓഡിറ്റോറിയത്തിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, AC കോയ മുസ്ലിയാർ, വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി പങ്കെടുക്കും. SSF കോഴിക്കോട് ജില്ലാ കൌൺസിൽ കിനാലൂർ മർക്കസുൽ ഹിദായയിൽ നടന്നു. അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K അബ്ദുൽ കലാം മാവൂർ ക്ലാസ് എടുത്തു. സംസ്ഥാന ട്രഷറർ ജലീൽ സഖാഫി കടലുണ്ടി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പൊതു റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ട്, ഉപസമിതി റിപ്പോർട്ട് എന്നിവ യഥാക്രമം ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഉപസമിതി കൺവീനർമാർ അവതരിപ്പിച്ചു. 6 മാസത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും വരുംകാല പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്തു. ഡിവിഷൻ നിരീക്ഷകർ അവതരിപ്പിച്ച പഠന റിപ്പോർട്ടിന്മേൽ വിശദമായ ചർച്ചകൾ നടന്നു. സംഘടനയുടെ സന്ദേശം കൂടുതൽ വിദ്യാർത്ഥികളിലേക്കും പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കി. മുഹമ്മദ് അലി കിനാലൂർ സ്വാഗതം പറഞ്ഞു.
പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ RC ഗൾഫ് രാജ്യങ്ങളിലെ 500 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി RC കുവൈത്ത് കമ്മിറ്റി ദ്വിദിന ഉണർവ് നേതൃസഹവാസം സംഘടിപ്പിച്ചു. അറിവും അനുഭവങ്ങളും നൽകി വഫറ ഫാം ഹൌസിൽ നടന്ന സഹവാസം RC ഗൾഫ് ചാപ്റ്റർ ജനറൽ കൺവീനർ അബ്ദുള്ള വടകരയുടെ അധ്യക്ഷതയിൽ സമീർ പാക്കണ ഉദ്ഘാടനം ചെയ്തു. അനസ് കെ ഖിറാഅത്ത് നടത്തി. അബ്ദുൽ ലത്തീഫ് സഖാഫി, മുഹമ്മദ് അലി സഖാഫി, അഹമ്മദ് കെ മാണിയൂർ, അബ്ദുറഹ്മാൻ കുറ്റിപ്പുറം എന്നിവർ യഥാക്രമം സുഭാഷിതം, പ്രബോധകൻ, സ്മൃതിരേഖകൾ, ഫ്രീ വിസ സെഷനുകളിൽ വിഷയം അവതരിപ്പിച്ചു. ക്യാമ്പ് അംഗങ്ങൾ പരസ്പരം ആഴത്തിൽ അറിയാനും അടുക്കാനും കാരണമായ ഹബീബി സെഷൻ ക്യാമ്പിലെ ഏറ്റവും നല്ല സെഷനുകളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. വിദ്യയുടെ വിളക്കത്തിരിക്കാമെന്ന ശീർഷകത്തിൽ SSF മതവിദ്യാഭ്യാസ ക്യാമ്പയിൻ ആചരിക്കുന്നു. ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപനം ലക്ഷ്യമിട്ട് നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ 2000 മുത്തഅല്ലിമീങ്ങളെ ദർസ് രംഗത്ത് എത്തിക്കും. മദ്രസ പ്രവേശനോത്സവം, പഠനോപകരണ വിതരണം, മദ്രസ അധ്യാപകരെ ആദരിക്കൽ തുടങ്ങിയവ നടക്കും. നാളെ ഇന്ത്യനൂരിൽ സിറാജുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ നടക്കുന്ന മദ്രസ പ്രവേശനോത്സവത്തോടെ ജില്ലയിൽ ക്യാമ്പയിന് തുടക്കമാവും. സുന്നി യുവജന സംഘം സുപ്രീം കൌൺസിൽ അംഗം സയ്യിദ് TSK തങ്ങൾ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് K സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിക്കും. CK ഷക്കീർ, CK അബ്ദുറഹ്മാൻ സഖാഫി, ദുൽഫുക്കാർ അലി സഖാഫി, സയ്യിദ് മുർത്തള സഖാഫി, സുലൈമാൻ ഹാജി, ഡോക്ടർ അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സക്കരിയ സലാഹിയെ പുറത്താക്കി മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിൽ ഭിന്നത രൂക്ഷം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ കീഴിലുള്ള വെൽഫെയർ പാർട്ടി നേതാക്കൾ. ചൈനയിൽ ബസ് ഇന്ധന ടാങ്കറുമായി കൂട്ടിയിടിച്ച് 36 മരണം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC_newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMIC News.